പപ്പായ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾ മാത്രമല്ല, ഈവൻ മുതിർന്നവരാണെങ്കിലും ഇത് പതിവായിട്ട് കഴിക്കണം. കാരണം ഇതിനകത്ത് ബീറ്റ കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് വളരെ റിച്ച് ആയിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും റിച്ച് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണിത്. ഈവൻ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും, അതായത് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇതിന് കഴിവുണ്ട്. മാത്രമല്ല, നമ്മൾ ചെറുപ്പം മുതൽ നിങ്ങൾ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജി രോഗം അല്ലെങ്കിൽ ആസ്മ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ശ്വാസം മുട്ടലോ ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യത നല്ല രീതിക്ക് കുറയും. പക്ഷേ കുട്ടികളെ ഇതെങ്ങനെ കഴിപ്പിക്കും എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. പലപ്പോഴും ഈ കയ്പ്പ് രസം, പപ്പായയുടെ ഒരു ചെറിയ ടേസ്റ്റ് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പഴുത്ത പപ്പായ അരിഞ്ഞ് അതോടൊപ്പം പൈനാപ്പിൾ ചേർത്ത് കഴിക്കുക, എങ്കിൽ ഈ ഒരു കയ്പ്പ് രസം നമുക്ക് മാറിക്കിട്ടും. അല്ലെങ്കിൽ പപ്പായ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് 1-2 തുള്ളി നാരങ്ങ നീര് ചേർക്കുക. അപ്പോഴും നമുക്ക് പപ്പായയുടെ